ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ചടങ്ങാണ് മുറജപം. 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണിത്. 8 ദിവസം ഓരോ മുറ. ഈ ക്രമത്തിൽ 56 ദിവസത്തെ 7ആയി വിഭജിച്ച് ജപകർമ്മങ്ങൾ നടത്തുന്നു. കൊല്ലവർഷം 919 ആദ്യമായി മുറജപം നടന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം ഈ 3 വേദങ്ങളാണ് പ്രധാനമായും മുറജപത്തിന് ഉരുവിടാറുള്ളത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് മുറജപത്തിന് ആരംഭം കുറിച്ചത്. രാജ്യഭരണത്തിൽ നീതി നടപ്പാക്കുമ്പോഴും യുദ്ധകളത്തിൽ പൊരുതുന്ന വേളയിലും രാജ്യവിസ്തീർണം കൂട്ടേണ്ടി വരുമ്പോഴും മറ്റും മനഃപൂർവ്വമല്ലാതെ ഉണ്ടാകുന്ന പാപങ്ങളുടെ പരിഹാരക്രിയ എന്ന നിലയിലാണ് മുറജപം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഓരോ വ്യക്തിയുടെയും നാടിൻ്റെയും ശുദ്ധീകരണമാണ് മുറജപം. 56 ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും. ഓരോ മുറയുടെയും അവസാന രാത്രി വാഹനങ്ങളിൽ ശീവേലി എഴുന്നള്ളത്ത് നടക്കും. ഒന്നാമത്തതിന് അനന്തവാഹനവും, രണ്ടാമത്തേതിന് കമലവാഹനവും, 3-5 മുറകൾക്ക് ഇന്ദ്രവാഹനവും, 4-6 മുറകൾക്ക് പല്ലക്ക് വാഹനവും, 7ആം മുറയ്ക്ക് ഗരുഡവാഹനവുമാണ് ഉപയോഗിക്കുന്നത്. ഉത്സവ ശീവേലിക്ക് 4 പ്രദക്ഷിണമാണുള്ളത്. എന്നാൽ മുറ ശീവേലിക്ക് 3 പ്രദക്ഷിണമേ ഉള്ളൂ. 8ആം മുറയുടെ അവസാനം, അതായത് 56ആം ദിവസം നടക്കുന്ന ശീവേലി ലക്ഷദീപം എന്ന പേരിലാണ് പ്രസിദ്ധം. ഇത് മകരസംക്രമ ദിവസമാണ് നടക്കാറുള്ളത്. ലക്ഷദ്വീപ് ശീവേലിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് 3 പ്രദക്ഷിണം വയ്ക്കാൻ എത്തുന്നു എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത.